ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു PSC യൂസേഴ്സിനുള്ള വീഡിയോ ആണ്. കാരണം ഞാനൊരു PSC യൂസറാണ്. ഒരുപാട് PSC എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ശ്രമിക്കുക. ഓക്കെ, PSC വഴി കിട്ടിയാൽ വളരെ ഒരു ഉപകാരമാണ് നിങ്ങൾക്ക്. അപ്പോൾ PSC നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോഴൊന്നും ചില ടൈമിൽ കിട്ടാറില്ല. അപ്പോൾ യൂഷ്വലി PSC എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കാണുന്നത് PSC തുളസിയാണ്. PSC തുളസി വഴിയാണ് ഞാനും ലോഗിൻ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ചില ടൈമിൽ പറ്റൂല, ചില ടൈമിൽ ഭയങ്കര സ്ലോ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ ഇതുപോലെ ലോഗിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ വെബ്സൈറ്റിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു ഇഷ്യൂ അവർ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് പറ്റില്ല. സോ നമ്മൾ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ PSC തുളസി അടിക്കുമ്പോൾ ഇതിൽ അൺടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കണം. അപ്പോൾ നമ്മൾ PSC തുളസി നമുക്ക് ഒരു ഫെമിലിയർ ആയതുകൊണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ നോക്കുമ്പോഴൊന്നും ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ PSC തുളസിന്ന് അടിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കേരള PSC എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ചില ടൈമിൽ ചിലവരെടുക്കാൻ നോക്കുമ്പോഴും ഈ ഒരു ലോഗിൻ പേജിലോട്ടായിരിക്കാം പോകുന്നത്. അതുവഴി നമുക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാവുന്നുള്ളൂ. കാരണം ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഇതിൽ നമുക്ക് ഒരുപാട് PSCൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലഭിക്കും. അതിന് നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും അപ്ഡേഷൻസ്, അതുപോലെ തന്നെ ഇതുവഴി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറേ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഇതുവഴി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിതൊന്നും ചെയ്യേണ്ട. അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്നൊരു പച്ച കളറുള്ള സംഭവം കണ്ടില്ല, ഒരു കൈയുള്ള, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരെ PSCൻ്റെ തുളസീൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇതുവഴി നമുക്ക് ലോഗിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് OTP പാസ്വേഡൊക്കെ വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, OTP വഴി ലോഗിൻ ചെയ്യുമ്പോൾ അത് OTP നമുക്ക് ഏതിലോട്ടാണ്, ഫോണിലോട്ടും വരാം, അതുപോലെ തന്നെ മെയിലിലോട്ടും വരാം. നമ്മൾ മെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് പോകും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യുക. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഒരെണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ടായി, സ്പെഷ്യൽ ബ്രാഞ്ച് കമ്മീഷനോ അങ്ങനെ എന്തോ. അപ്പോൾ അത് നിലവിൽ അതിൻ്റെ ഒരു ഡേറ്റ് കഴിഞ്ഞേക്കുവാണ്. കാരണം June 4th വരെ ആയിരുന്നു, അതായിരുന്നു. അത് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞു. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ലോഗിൻ ചെയ്യുക. കാരണം നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഫെയിൽഡ് ആവും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്യാനും നോക്കുക നിങ്ങൾ ആരാണെങ്കിലും. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട സ്ഥലം, ഇപ്പോൾ നമ്മൾ എറണാകുളം ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ കൊച്ചി കൊടുക്കുക, അല്ലെങ്കിൽ കണയന്നൂർ കൊടുക്കുക. ഞാൻ യൂഷ്വലി കണയന്നൂർ കൊടുക്കുകയുള്ളൂ. കണയന്നൂർ കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര ലോങ്ങിലൊക്കെയാണ് കിട്ടുന്നത്. എന്നാലും നിങ്ങളുടെ ലൊക്കാലിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഡിസ്ട്രിക്റ്റും താലൂക്കൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.